നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഭാവി എന്തായിരിക്കുമെന്നോ, ശക്തിയും സമ്പത്തും എന്തുമാത്രം ക്ഷയിക്കുമെന്നോ, പരദ്രോഹം എന്തുമാത്രം സംഭവിക്കുമെന്നോ, തനിക്ക് എന്തുമാത്രം കഴിവുണ്ട് എന്നോ വിവേകപൂർവം ചിന്തിക്കാതെ ലക്ഷ്യബോധമില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം തമോ ഗുണത്തിൻ്റെ കർമ്മമാണെന്ന് ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വിവേകപൂർവം സാവധാനം പ്രവർത്തിക്കുന്നതിലൂടെയാണ് ലക്ഷ്യം നേടാൻ സാധിക്കുന്നത്. വേണ്ട വിചാരമില്ലാത്ത അക്ഷമയോടെയുള്ള പ്രവൃത്തി തന്നെയാണ് തെറ്റായ പ്രവൃത്തി. പാപത്തിൻ്റെ കാരണവും ഇത്തരം പ്രവൃത്തികൾ തന്നെ. ദൗർബല്യത്തിൻ്റെ ലക്ഷണമാണ് ഇതെല്ലാം. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വീഴ്ച സംഭവിക്കുന്നത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ്. നാം നേരിടുന്ന പ്രശ്നങ്ങളെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി ക്ഷമയോടെ പരിഹരിക്കുമ്പോഴേ അവയ്ക്കുള്ള ശാശ്വത സമാധാനം ലഭിക്കൂ. ശക്തിക്കും വ്യഗ്രതയ്ക്കും സാധിക്കാത്തത് ക്ഷമയ്ക്കും സാവകാശത്തിനും സാധിക്കും. തിടുക്കം കൂടുതലാണെങ്കിൽ ലക്ഷ്യം അകലെയാണ്. ക്ഷമ നല്ലതുപോലെയുണ്ടെങ്കിൽ ലക്ഷ്യം അടുത്താണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്തഃ ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്തഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി ശങ്കര സ്തോത്രാമൃതം. ഉത്കൃഷ്ടമായ വിവേകശക്തിയോടൊത്ത് ജനിച്ചിട്ടും ബ്രഹ്മവിചിന്തനം ചെയ്യാതെ കളികളിലും കാമത്തിലും ചിന്തകളിലും മുഴുകി ആയുസ് കളയുകയാണ് മനുഷ്യർ. ജീവിതത്തിലെ 3 അവസ്ഥകളെക്കുറിച്ചാണ് മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദത്തിലെ 8-ാം ശ്ലോകം പറയുന്നത്. ജീവിതത്തിലെ വിലക്ഷണങ്ങളായ 3 അവസ്ഥകളിലെയും ഗതിയെ പറഞ്ഞ ശേഷം ശങ്കരാചാര്യർ പരമമായ ബ്രഹ്മത്തിൽ ആരുമേ ചേർന്നവരല്ലല്ലോ എന്ന അതിശയം കൊള്ളുന്ന ശ്ലോകത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ 2-ാം ഭാഗമാണ് പഠിക്കുന്നത്. ഇതിൽ ഓരോ ശ്ലോകവും തന്നെ
നമ്മളിൽ വിവേകത്തെ, വിചാരത്തെ, വൈരാഗ്യത്തെ ജനിപ്പിക്കുകയും സാധനാമാർഗത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓരോ ശ്ലോകവും തന്നെ. ഒടുവിൽ പറഞ്ഞു, ശരീരാംഗങ്ങളെല്ലാം ദുർബലമായി, തല വെളുത്ത് നരച്ചു, മോണയിൽ ഒറ്റ പല്ലുമില്ല. അങ്ങനെയുള്ള വൃദ്ധൻ വടി പിടിച്ച് നടക്കുകയാണ്, ദണ്ഡത്തിലൂന്നിയാണ് നടക്കുന്നത്. സ്വയം ദണ്ഡത്തിലൂന്നി നടക്കുമ്പോൾ പോലും ആശാപിണ്ഡത്തെ, ആശയാകുന്ന ചുമടിനെ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറാവുന്നില്ല. പിന്നെയും ആശ തന്നെയാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. ആശാബദ്ധരാകുന്നതിനെ അനേക ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു. തുടർന്ന് പരമാത്മചിന്തനത്തിലേക്ക് ആരും തത്പരരാവുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. നോക്കൂ, ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്തഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്തഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ. ഇവിടെ തരുണസ്താവത് തരുണീസക്തഃ എന്നും പാഠമുണ്ട്. അതുപോലെ പരമേ ബ്രഹ്മണി കോപിന ലഗ്നഃ എന്നുള്ളിടത്ത് കോപിന സക്തഃ എന്നും പാഠമുണ്ട്. അങ്ങനെ പാഠഭേദങ്ങളുണ്ട്. ഇവിടെ അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ യാവത് എന്ന് കൂട്ടിച്ചേർക്കണം. ബാലസ്താവത് എന്ന് പറയുമ്പോൾ യാവത് ബാലഹ താവത്, എത്ര കാലം വരെ ബാലനായിരിക്കുന്നുവോ അത്രയും കാലം ക്രീഡാസക്തഃ, കളികളിൽ ആസക്തനാണ്. ബാല്യത്തിൽ എപ്പോഴും കളികളാണ്. കുട്ടികളാവുമ്പോൾ കളി 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 ആ വിചാരമേ ഉള്ളൂ. കളിയാണ് കുട്ടിയുടെ നിരന്തര വ്യാപാരം. പഠിക്കുന്നത് പോലും കളികളിലൂടെ ആയിരിക്കും, അഥവാ കളികളിലൂടെയേ പഠിക്കാൻ കഴിയൂ കുട്ടികൾക്ക്. എപ്പോഴും കളിയുടെ വിചാരം മാത്രം, പലതരത്തിൽപ്പെട്ട കളികൾ. ഇരിക്കട്ടെ, യാവത് തരുണഃ, തരുണനാകുന്ന സമയത്തോ തരുണസ്താവത് തരുണീരക്തഃ, തരുണികളിലായിരിക്കും അനുരക്തനായിരിക്കുന്നത്. പെൺകുട്ടികളെ നോക്കുക, പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുക, പെൺകുട്ടികളെക്കുറിച്ച് ചിന്തിക്കുക, അത് ഭാവന ചെയ്യുക, അതിലാണ് ആസക്തി ഉണ്ടാവുക. കാലം വീണ്ടും കഴിഞ്ഞു, വൃദ്ധനായി. വൃദ്ധസ്താവത് ചിന്താമഗ്നഃ, വൃദ്ധന്മാരെപ്പോഴും ആലോചനാമഗ്നരായിരിക്കും. അവരിങ്ങനെ ചിന്തിച്ചിരിക്കും എവിടെയെങ്കിലും ഒറ്റയ്ക്ക്. നമ്മൾ വിചാരിക്കും പരമാത്മചിന്തനം ചെയ്യാണ്, ബ്രഹ്മാനുചിന്തനം ചെയ്യുകയാണെന്ന്. ഒരു ബ്രഹ്മാനുചിന്തനവും അല്ല, പഴയകാലത്തെ കാര്യങ്ങൾ പഴയകാലത്ത് ചെയ്തതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അന്ന് എനിക്ക് അത്ര ശക്തി ഉണ്ടായിരുന്നു, ഇന്നിങ്ങനെ ചെറുപ്പത്തിലും യൗവനത്തിലുമൊക്കെ ഉണ്ടായിരുന്ന പലതിനെ ഓർത്തിരിക്കുക. ഇങ്ങനെ 3 ദശകളെ, ബാലൻ്റെ, തരുണൻ്റെ, വൃദ്ധൻ്റെ, ഈ 3 ദശകളെ പറഞ്ഞതിലൂടെ മറ്റെല്ലാം ചേർത്ത് മനസ്സിലാക്കണം. ശൈശവ, കൗമാര, യൗവന, വാർദ്ധക്യങ്ങളെല്ലാം ചേർത്ത് മനസ്സിലാക്കണം. ശിശുവായിരിക്കുമ്പോൾ പലതരം കുസൃതികളാണ്, പലതരം കുസൃതികൾ. ബാല്യത്തിൽ കളികളാണ്. തരുണനായിരിക്കുമ്പോൾ തരുണികളുടെ പിന്നാലെയാണ്. യൗവനത്തിൽ ഭോഗാസക്തനാണ്. അത് കഴിഞ്ഞ് വൃദ്ധത്വത്തിലോ വാർദ്ധക്യം വരുമ്പോൾ ചിന്താമഗ്നനാണ്. ഇങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ട് പറയുകയാണ്, പരമേ ബ്രഹ്മണി, പരബ്രഹ്മത്തിൽ, പരമാത്മചിന്തനത്തിൽ, പരമാത്മതത്വത്തിൽ കോപിന ലഗ്നഃ, ആരും ചേരുന്നില്ലല്ലോ, ആരും പരമാത്മാനുസന്ധാനം ചെയ്യുന്നില്ല. മനുഷ്യജന്മം ലഭിച്ചത് അതിവിശിഷ്ടമായ ബുദ്ധിയോട് കൂടിയിട്ടാണ്. മനുഷ്യൻ്റെ സവിശേഷത എന്നത് ശ്രീമദ് ഭാഗവതത്തിൽ പറയും പ്രകാരം ബ്രഹ്മാവലോകധിഷണയാണ്. ബ്രഹ്മത്തെ, സർവകാരണത്തെ കണ്ടെത്താനുള്ള ധിഷണാവൈഭവമാണ് മനുഷ്യൻ്റെ മഹിമ. കാര്യത്തെ കണ്ടറിയാൻ എല്ലാ ജീവികൾക്കും കഴിയും. ഒരുപക്ഷെ മനുഷ്യനേക്കാൾ കഴിവുള്ള ജന്തുക്കൾ മറ്റു പലതുമുണ്ട്.
നമുക്ക് അത്ഭുതം വരില്ലേ? ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നിലത്തൊന്ന് വീണാൽ മതി, എവിടുന്നൊക്കെയാണ് ഉറുമ്പുകൾ വരുന്നത്, എത്ര ദൂരെ നിന്ന് അവർക്ക് അറിവ് കിട്ടുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാര്യത്തെ തിരിച്ചറിയാൻ മനുഷ്യനേക്കാൾ എത്രയോ കഴിവുള്ളവർ മറ്റു ജന്തുക്കളുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ സവിശേഷത കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്തുക, സർവ്വകാരണത്തെ കണ്ടെത്തുക. സർവ്വകാരണത്തിനാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. സർവ്വജഗത് കാരണം, സർവ്വജഗത് ആശ്രയം, സർവ്വജഗത് നിധനം, ഇതാണ് ബ്രഹ്മം. പരമമായ ബ്രഹ്മത്തിൽ അപ്പോൾ സർവ്വകാരണത്തെ കണ്ടെത്താനുള്ള വിശേഷമായ കഴിവോടുകൂടി ജനിച്ചിട്ടും മനുഷ്യനായിട്ടും അതിലേക്കല്ലല്ലോ മനുഷ്യൻ പോകുന്നത്. കുട്ടികളാവുമ്പോൾ പലവിധ കളികളിൽ തന്നെ വ്യാപരിക്കുന്നു. തരുണന്മാരാകുമ്പോൾ തരുണികളിൽ ആസക്തന്മാരായി കഴിയുന്നു. യൗവനത്തിൽ ഭോഗാസക്തന്മാരായി കഴിയുന്നു. വൃദ്ധത്വത്തിലോ വൃദ്ധനാകുമ്പോൾ ചിന്തിച്ചു കാലം കളയുന്നു. പരമേ ബ്രഹ്മണി, പരബ്രഹ്മത്തിൽ പരമാത്മതത്വത്തിൽ കോപിന ലഗ്ന, ആരും ലഗ്നനാകുന്നില്ല, ചേർന്നവനാകുന്നില്ല. ഇവിടെ പരമേ ബ്രഹ്മണി കോപിന സക്ത എന്നും പാഠമുണ്ട്. സക്തൻ, താത്പര്യത്തോടൊത്തവൻ. അതിന് ബ്രഹ്മവിചാരത്തിൽ ഒരു താത്പര്യവും ഇല്ല. ഇങ്ങനെ നമ്മുടെ വിലയേറിയ ജന്മം വ്യർത്ഥമായി പോവുകയാണല്ലോ. ഈ പറഞ്ഞതിനർത്ഥം കളി വേണ്ട, തരുണി വേണ്ട, ചിന്ത വേണ്ട എന്നൊന്നുമല്ല. അതെല്ലാം ഇരിക്കട്ടെ. പക്ഷേ ആത്യന്തികമായ തത്വസാക്ഷാത്കാരത്തിനുള്ള അധികാരത്തോടു കൂടിയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണ്ടേ. അല്ലാത്ത പക്ഷം ഉപനിഷത്ത് തന്നെ മനുഷ്യജന്മം ലഭിച്ചിട്ടും അജ്ഞാനിയായി തന്നെ മരിച്ചു പോകുന്ന സ്ഥിതിയെ കൃപണത എന്നാണ് പറയുന്നത്. ആ കാർപ്പണ്യത്തിൽ കഴിഞ്ഞാൽ മതിയോ നമ്മൾ? ഇപ്രകാരം നമ്മെ ചിന്തിപ്പിക്കുന്ന വിചാരജനകമായ ഒരു ശ്ലോകമാണിത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ ഗുണങ്ങൾ മാത്രമേ കാണൂ, ദോഷങ്ങളൊന്നും അവർ കാണുകയില്ല. മനസ്സിനെ പാകപ്പെടുത്താനുള്ള ഉപായമാണ് ഭക്തി. വിശ്വാസം ദൃഢവും സംസ്കാര സമ്പന്നവുമായിരിക്കണമെന്ന് ഭാഗവതത്തിലെ അംബരീഷന്റെ കഥയിലൂടെ വിവരിക്കുകയാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അംബരീഷൻ ഇപ്രകാരമെല്ലാം സുദർശനത്തെ സ്തുതിക്കുകയാണ്. സുദർശനത്തിൻ്റെ തേജസ്സിനാൽ ഭയന്ന് തപോനിഷ്ഠനായിരിക്കുന്ന ദുർവാസാവ് ഭയന്ന് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ദുർവാസാവ് എങ്ങനെയാണോ സുദർശനം തന്നെ ദഹിപ്പിക്കാൻ പോകുന്നത്, ആ സുദർശനത്തെയാണ് ഇവിടെ അംബരീഷൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. പരമഭക്തനായ അംബരീഷൻ ആ സ്തുതിയുടെ അവസാനത്തിൽ പറയുന്ന കാര്യങ്ങൾ അത്രയും വളരെ സന്ദർഭോചിതമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ കഴിയും. സമയപരിമിതിയാണ് നമ്മളെ സംബന്ധിച്ച് വിസ്തരിച്ച് ഇതിനെയൊക്കെ പറയാൻ നമുക്ക് സാധിക്കാത്തത്. അതുകൊണ്ട് സാമാന്യമായിട്ട് ഞാൻ നേരത്തെ പറയുന്ന ഉപമകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് നമ്മളെ ബോധ്യമാകാനും സാധിക്കുന്നതാണ്. സത്വം ജഗത്രാണഖലപ്രഗാണയേ നിരൂപിത സർവസഹോഗതാഭൃത വിപ്രസ്യ ചാസ്മത് കുലദൈവഹേതവേ വിദേഹി ഭദ്രം തദനുഗ്രഹോഹിനഃ. ഇവിടെ പറയുകയാണ് സർവസഹ. ഭഗവാൻ എന്ന് പറയുമ്പം സർവസഹനാണ്. ഭഗവാൻ സർവസഹനായതുകൊണ്ടാണ് ഭക്തന്മാർ ഭഗവാനെ ആശ്രയിക്കുന്നത്. എല്ലാത്തിനെയും സഹിപ്പാൻ ശക്തനായ ഭഗവാൻ. പിന്നെ എങ്ങനെയുള്ള ഭഗവാനാണ്? ജഗത്രാണഖല പ്രഹാണയെ, ജഗത്തിൻ്റെ ത്രാണൻ, ജഗത്തിനെ രക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഖലന്മാരെ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നതിനുമായി നശിപ്പിക്കുന്നതിനുമായി ഗദാഭൃത ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട അസ്മത് കുലദൈവ ഹേതുവേ, ഞങ്ങളുടെ കുലത്തിൻ്റെ ഭാഗ്യത്തിനായിക്കൊണ്ട്, ഞങ്ങളുടെയൊക്കെ കുലത്തിൻ്റെ ഭാഗ്യമാണ് അവിടുന്ന്. ആരാ? ഭഗവാൻ. വിപ്രസ്യ, ഇതുപോലുള്ള ശ്രേഷ്ഠ പുരുഷന്മാരായിരിക്കുന്ന ആര്? ദുർവാസാവിനെ പോലുള്ളവർ.
ദുർവാസാവ് ചെറിയ ആളല്ല, ഒരുപാട് ഗുണങ്ങളുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ജന്മസുഹൃതം പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമായതുകൊണ്ട് പല വിപത്തുകളിലും പോയി പെട്ടിട്ടുണ്ട്. അതിലൊരു വിപത്താണ് ഇവിടെ ഈ സൂചിപ്പിച്ചത്. അങ്ങനെ ഇദ്ദേഹം ശ്രേഷ്ഠനായൊരു വ്യക്തി തന്നെയാണ്. ഭദ്രം, ഇദ്ദേഹത്തിൻ്റെ ക്ഷേമത്തെ വിദേഹി ചെയ്താലും. അല്ലയോ ഭഗവാനെ, ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ ഭദ്രത്തെ, ക്ഷേമത്തെ അങ്ങ് ചെയ്താലും. തത്, അത് നഹ അനുഗ്രഹ, ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതാണ്. ഇവിടെ ദുർവാസാവ് മഹർഷിയെ സംരക്ഷിക്കണം ഭഗവാൻ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഭക്തനായിരിക്കുന്ന അംബരീഷനിൽ നിന്ന് വന്നത്. കാര്യം എന്താ, ഇദ്ദേഹവും എന്നെപ്പോലെ, അതാണ് ഒരു സജ്ജനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ദുർജനമല്ല, സജ്ജനമാണ് അംബരീഷനും ദുർവാസാവും എല്ലാം. ദുർവാസാവിൻ്റെ ആ കോപത്തെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തപോനിഷ്ഠനായ ഒരു ഋഷിവര്യനാണ് ദുർവാസാവ്. നമ്മൾ പലപ്പോഴും ദുർവാസാവിനെ പോലെ ആളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദുർവാസാവിൻ്റെ എല്ലാ മഹത്വങ്ങളും എല്ലാവർക്കും ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. കാര്യം ഒരു ജടയെ പിടിച്ച് നിലത്തടിച്ച് അതിൽ നിന്നൊരു ഭീകര രൂപത്തെ സൃഷ്ടിക്കാനുള്ള കഴിവ് നമ്മുടെ നാട്ടിൽ ദേഷ്യപ്പെടുന്ന ആളുകൾക്കുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദുർവാസാവിനെ പോലെയുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശ അംശത്തെ മാത്രം നമ്മൾ ഗ്രഹിച്ചാൽ മതി. ഇവിടെ അംബരീഷൻ പറയുകയാണ്, ഇദ്ദേഹം ഒരു ശ്രേഷ്ഠനായ പുരുഷനാണ്. സജ്ജനങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ഗുണങ്ങളെ മാത്രമേ കാണുകയുള്ളൂ, ദോഷത്തെ അല്ല കാണുക. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനാണ്. നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിനകത്ത് പച്ചക്കറികൾ ഇട്ട് തിളപ്പിക്കുന്നത് പോലെ, പാകപ്പെടുത്തി എടുക്കുന്നത് പോലെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ടുള്ളൊരു ഉപായമാണ് ഭക്തി എന്ന് പറയുന്നത്. നിരന്തരമായ ഈശ്വര വിശ്വാസം, അതായത് നമുക്കെല്ലാം വിശ്വാസമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ വിശ്വാസം ദൃഢമല്ല. നല്ല സംസ്കാര സമ്പന്നമാകണം വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റഴുക്കുകളൊന്നും മനസ്സിലുണ്ടാകരുത്. ഉദാഹരണമായിട്ട് പറയുക, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഇടുന്നൊരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ടൊന്ന് ഉമ്മറത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിലെ സകല വേസ്റ്റുകളും കൊണ്ടുവന്ന് ആ ബോക്സിനകത്തിട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ആ ബോക്സിൻ്റെ ഉള്ളിൽ നാളെ ഉപയോഗിക്കാനുള്ള തക്കാളിയോ ഉരുളക്കിഴങ്ങോ കൊണ്ടുവന്ന് സൂക്ഷിക്കുമോ? ഒരാളും ചെയ്യില്ല. എന്താ കാര്യം? അത് വേസ്റ്റ് ബോക്സാണ്. ഇതുപോലെ ഒരു വേസ്റ്റ് ബോക്സ് നമ്മുടെ ഉള്ളിലുണ്ട്. ആരാ? നമ്മുടെ മനസ്സ്. അതിലാവശ്യമില്ലാത്ത കാര്യങ്ങൾ അത്രയും കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ഇല്ല, വേസ്റ്റ് ബോക്സിനകത്ത് തക്കാളി ഉരുളക്കിഴങ്ങും സൂക്ഷിക്കുന്നത് പോലെയാണ് ഈശ്വരനെ ഇതിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാനായിട്ട് നമ്മൾ പെടാപ്പെടുന്ന പാട് ചില്ലറയല്ല. നമുക്കെല്ലാവർക്കും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കുകയില്ല താൻ. എന്താ അതിൻ്റെ കാരണം? വേറെ ഒന്നുമല്ല കാരണം. എന്താ? ഈ വേസ്റ്റൊക്കെ അത്രയും എടുത്ത് കളയണം. ചിന്തകളുടെ വേസ്റ്റ്, ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ട് ഈ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മനസ്സ് നിർമ്മലമാക്കാൻ കഴിയാതെ ഈശ്വരനെ കൊണ്ടുവന്ന് അതിനകത്ത് ഇരുത്താൻ ശ്രമിച്ചാൽ എത്രയധികം വിഡ്ഢികളാണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, അംബരീഷൻ ദുർവാസാവിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഓരോ വരികളിലും അവസാനം പറഞ്ഞിരിക്കുന്ന വാക്കിലും ഭഗവാൻ ദുർവാസാവിനെ അനുഗ്രഹിക്കണം, അടിയനായിട്ടുള്ളവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്രയധികം ആ മനസ്സ് എത്രയധികം പാകപ്പെടുത്തി ഈശ്വരന് വേണ്ടിയിട്ട്, ഈശ്വരനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, ഈശ്വരനെ ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഭാഗവതം കേൾക്കുന്നവരാരെങ്കിലും ഈ തരത്തിലൂടെ മനസ്സിനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടോ എന്നുള്ള ചിന്ത ഭാഗവതം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിനോട് തന്നെ നമ്മൾ മന്ത്രിക്കുക, ഞാനും ഇതേപോലെ പാകപ്പെടുത്തി എടുക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കട്ടെ. അങ്ങനെ മറ്റ് സജ്ജനങ്ങളുടെ നല്ല മാർഗത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് ഈ ഭാഗവത ശ്ലോകങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വളരെയധികം അർത്ഥവത്തായിട്ട് പതിയുന്നത്. എല്ലാവർക്കും നല്ല മനസ്സുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കൂ ദേവി അനുഗ്രഹിക്കൂ മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ